കഴിഞ്ഞ പ്രാവശ്യമായിട്ട് റീല് റീച്ച് ആയെന്ന് തോന്നല്ലേ? ഞാനതൊക്കെ കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടോ. ഇപ്പം എനിക്ക് കുറച്ച് ആരാധകരൊക്കെ ആയിട്ടുണ്ട്. നിനക്ക് മാത്രമല്ലടാ, എനിക്കും കുറേ ആരാധകരുണ്ട്. ആരാധകരെ എനിക്കറിയാം. നിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് എല്ലാം വണ്ടി ഓടിക്കുന്നോണ്ട് കിട്ടിയതല്ലേ, അതെനിക്കും കിട്ടും. ചെയ്ത് സ്റ്റണ്ട് വീഡിയോ എങ്കിലും ഒന്ന് ഹിറ്റായാൽ മതിയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥിരം പ്രശ്നക്കാരാണ്? എന്താ ഇവിടെ ഫാമിലി ആയിട്ട് ആർക്കും ജീവിക്കണ്ടേ? ഈ തോട്ടം നിങ്ങളുടെ ആണോ? നിങ്ങൾ കൂടെ ഡയലോഗൊന്നും പറയാൻ നിൽക്കണ്ട, വന്നപോലെ പോകാൻ നോക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ്റി? നല്ല ദേഷ്യത്തിലാവും. ഞാൻ ദേഷ്യപ്പെടും. നിങ്ങൾ അളിയും ചേർക്കാനുണ്ടല്ലോ, ആ തോട്ടത്തിൽ കിടന്ന് കഞ്ചാവും ബഹളവും വലിയ കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ അവന്മാർ എൻ്റെ പുറത്തോടെ ദേഷ്യപ്പെടുക. ഞാൻ എന്താ ചെയ്യാനേ? ഈ അളിയൻ ചെറുക്കൻ്റെ കാര്യം കൊണ്ട് ഞാൻ ആകെ പടപ്പുറത്തിട്ടിരിക്കുക. ഭാര്യയുടെ സഹോദരനായിപ്പോയില്ലേ, അവനെന്തോ റീൽസോ എന്തോ അതൊക്കെ പറഞ്ഞ് കാശ് കൊണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ പറഞ്ഞ പണിക്കും പോകത്തില്ല, വേലയ്ക്കും പോകത്തില്ല, മടുത്ത്. നിങ്ങൾക്കിതൊക്കെ പറയാം. അവന്മാരവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നതാണ്. ഞാൻ പിന്നെ പല പ്രാവശ്യം പോലീസിനെ വിളിക്കണമെന്ന് ഓർത്താ, പക്ഷെ വിളിക്കാത്തത് നിങ്ങളെയൊക്കെ ഓർത്തിട്ടാണ്. തൽക്കാലം ക്ഷമിക്കുക. ഈ അളിയൻ ചെറുക്കൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ പാട്ട് ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കത്തില്ല. അല്പം പേടിയുള്ളത് അവളെ. തൽക്കാലം കേസിന് പഴക്കുന്നു നന്നാവുന്ന എന്താ പ്രതീക്ഷ. നമുക്ക് ശരിയാക്കാവുന്നേ. ആവൻ ചെറുക്കൻ ഒരു കഥയും. പക്ഷേ ഞാനങ്ങനെ കേസിന് വഴക്കൊന്നും പോകത്തില്ല. പക്ഷേ നമ്മുടെ അടുത്തൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴേ നമുക്കൊരു സങ്കടം തോന്നും. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ശരി എന്നാൽ. സ്വാഭാവിക്കുന്നു, കുഴപ്പമില്ല. അവനെ കൊണ്ട് ആകെ പാടെ പൊറുതും വിട്ടു. നാട്ടുകാർ മുഴുവൻ പരാതി പറയാൻ തുടങ്ങി. എന്തോ ചെയ്യാൻ? അവൻ്റെ പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. പുതിയ പ്രശ്നം എന്താണ് അടുത്തതിന്? ഇത്രയും നാൾ അടിപൊളിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്താ അവൻ അതും തുടങ്ങി. അതാ ഇപ്പം ആകെ ഒരു ടെൻഷൻ. അച്ഛനെ ജാളിയം വരുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ ഒരു ഉപദേശം കേൾക്കാം. ഇവൻ്റെ അളിയാൻ വരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും നടത്തിയിട്ട് നന്നായിട്ട് കിടന്ന് ഉപദേശിച്ച ആളാണ്. അല്ലടാ, ഇതിൻ്റെ അടിയനായോണ്ട് വെറുതെ ഇരുന്നു. മതി മതി നിർത്ത്. അയാളെ എന്തുവാ നാലാളും കൂടെ പരിപാടി? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നന്നായി ജീവിക്കാൻ നോക്കും. കഴിഞ്ഞ ദിവസം ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്തതിന് പെറ്റി അടിച്ച് വീട്ടിൽ വന്ന് കിടക്കുക. നന്നായി ജീവിക്കും മക്കളെ. സമൂഹത്തിൽ ദോഷം ചെയ്യാതെ മറ്റുള്ളവർക്ക് പരാതി പറയാതെ ഇടം കൊടുക്കാതെ നല്ല ഭാവിയുള്ള പിള്ളേരല്ലേ. കാര്യം എൻ്റെ അളിയനൊക്കെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. വണ്ടി നിർത്തിക്കേ. എന്നാ പറ്റി? നിങ്ങൾ അളിയും ചേർക്കാനല്ലേ? ഇപ്പോൾ വണ്ടി കൊണ്ടുവന്ന് പോസ്റ്റ് അടിച്ചു, ആക്സിഡൻ്റായി. അവിടെ രക്ഷിക്കാൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. ഞാനാണ് വണ്ടിയിൽ കയറ്റി വിട്ടത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയത്. അയ്യോ, അവന് എന്ത് പറ്റും? എന്നാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. പോകാം, വണ്ടി വിടും. നമ്മുടെ വീഡിയോ ഒക്കെ റിച്ച് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട്. ആക്സിഡൻ്റ് ആയാലും എനിക്കൊരു വിഷമമൊക്കെ ഉണ്ട്. അന്നേ ഞാൻ അവനോട് പറഞ്ഞോടാ, ഹെൽമെറ്റില്ല, റീലെടുക്കില്ല. ഇപ്പോൾ കണ്ടില്ല ഈ ആക്സിഡൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞവൻ കേൾക്കഞ്ഞിട്ട്. അവൻ്റെ അളിയനെ ഇപ്പോൾ പറഞ്ഞു നടക്കണതേ നമ്മുടെ കൂടെ ഇറങ്ങി നടന്നിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാ. അവൻ വണ്ടി ഓടിക്കുമ്പോൾ അതിന് നമ്മളാരും അവൻ്റെ കൂടെ കയറാറില്ലല്ലോ. അത്രയ്ക്ക് സ്പീഡിലാവും പോകുന്നത്. ഞാൻ അവൻ്റെ കൂടെ കയറാത്തത് അവൻ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലായിട്ടുള്ള ഗുണങ്ങളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാൻ പറ്റും. 2023 4000
80 പേരുടെ ജീവനും 2024 3714 പേരുടെ ജീവനും നഷ്ടമായത് റോഡ് ആക്സിഡൻറ്റുകളിലൂടെയാണ്. നമ്മുടെ യാത്രകൾ മനോഹരമായിരിക്കട്ടെ, നമ്മുടെ ജീവിതവും മനോഹരമായിരിക്കട്ടെ.